ഈ കലോത്സവം എന്ന് പറയുന്നത് തന്നെ ജെൻസികളുടെ കാലമാണ്. ഈ കലോത്സവം ജെൻസി പിള്ളേർ തകർത്താടുന്ന കാലമാണ്. അതിൽ നോക്കുന്ന പോലീസ് വേഷം ഇല്ലെങ്കിലും നമ്മുടെ സാക്ഷാൽ IM വിജയൻ വന്ന് കുട്ടികൾക്കൊക്കെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പോലീസുകാരൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. വിജയേട്ടാ, പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? വളരെ അടിപൊളിയാണ്. കാരണം ഒരു കൊല്ലം പൂരത്തിന് ഞങ്ങളുടെ കൽക്കട്ടയിൽ നിന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ കൊണ്ട് കാണിക്കാൻ പോയപ്പോൾ ഇതേപോലത്തെ കുട്ടികൾ, ഇതേപോലത്തെ പിള്ളേർ അവിടെ പിള്ളേരവിടെ ट्रैफिक क्लियर है ना अब എന്നോട് ചോദിച്ചു അരെ യാർ बहुत अच्छे है वो लोग हम लोग ഞങ്ങളുടെ പിള്ളേരാണ് സ്റ്റുഡൻസ് പോലീസും പിന്നെ ഇവരൊക്കെയാണ് അത്. അപ്പോൾ അത് വലിയൊരു അഭിമാനമാണ് നമുക്ക്. പിള്ളേർ അത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഞങ്ങളിപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറേ പിള്ളേർ അവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫ്രണ്ട്സ് ഇരുന്ന് പറയുന്നുണ്ട് അവരൊരു നല്ല ടൈമാണ് ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ. ആ ജോലിയുള്ള ഒരു ആവേശം ഇവർക്ക് എൻജോയ് ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം എത്ര അധികം ആൾക്കാർ വരുന്ന അവരുടെ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം. ഇതിൽ നന്നായി പാട്ട് പാടുന്ന പിള്ളേരുണ്ട്. നമുക്ക് അവരുടെ കൂടെ ഒരു പാട്ട് പാടി ഒന്ന് ചൂട് വെച്ചാലോ? പാട്ട് പാടും. മോളുടെ പേരെന്താ? ലിബ. അപ്പൊ നമുക്ക് ലിബയുടെ പാട്ട് കേൾക്കാം. പോരട്ടെ. ज़ाया सपने ज़ाया अपने ज़ाया मेरी चाहते हैं ज़ाया सपने ज़ाया अपने ज़ाया मेरी हर खुशी है तू चाहत मोहब्बत इबादत तू चाहत मोहब्बत इबादत तू. കാക്കിക്കുള്ളിലുമുണ്ട് ഉഷാറായി പാടി മോളെ. വേറെ ആരും പാട്ട് പാടുവോ? പാട്ട് ഡാൻസ് ഇവിടെ വേറെ ആരുള്ളേ? സാറ് ഇതിലേതിലോ ഇതിൽ വിദഗ്ധനാണ്. ഒരു വരി പാട്ടാവാം. ഇപ്പൊ നമ്മുടെ പല വേദികളിലായിട്ട് കുട്ടികൾ ഇങ്ങനെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിവിടെ അത് കാണാനൊന്നും കഴിയുന്നില്ലെങ്കിലും ആ ഡ്യൂട്ടി വളരെ മനോഹരമായി അച്ചടക്കത്തോടെ കൂടി നടത്തുന്നു. അപ്പം എൻജോയ്മെന്റ് എന്താണ്? അപ്പൊ നിങ്ങൾക്ക് എൻജോയ്മെന്റ് ഇവരിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രശ്നങ്ങളില്ലാതെ നല്ല ഭംഗിയായിട്ട് ഡ്യൂട്ടി ഞങ്ങൾ നിർവഹിക്കലാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പൊ വിജയേട്ടന്റെ വക ഒരു ക്ലാസിക് സെൽഫി അല്ലേ? പൂക്കി സെൽഫി അങ്ങനെയല്ലേ പറയണ്ടേ?